മികച്ച സംവിധായകന്റെ മികച്ച ചിത്രത്തിന് മറ്റൊരു സംവിധായകനെ വെച്ച് അതിനോളം അല്ലെങ്കിൽ അതിനേക്കാളും മികച്ച ഒരു സീക്വൽ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടി അല്ല. എന്നാൽ ജെയിംസ് കാമറോണിന്റെ സംവിധാനത്തിൽ 1986 പുറത്തിറങ്ങിയ ഏലിയൻ ഫ്രാഞ്ചൈസിലെ രണ്ടാമത്തെ ചിത്രമായ ഏലിയൻസിനെ ആരാധകരും നിരൂപകരും ഒരുപോലെ ഏറ്റെടുക്കുകയായിരുന്നു. 2 ഓസ്കാർ അവാർഡുകൾ അടക്കം ആദ്യമായി ഒരു ആക്ഷൻ പടത്തെ നടിക്ക് ഓസ്കാർ നോമിനേഷൻ കിട്ടിയ പടം വരെയായി മാറി ഏലിയൻസ്. ആദ്യ ചിത്രത്തിലൂടെ നമ്മുടെ എല്ലാം ഹീറോയിനായി മാറിയ റിപ്ലിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? അവൾ ഭൂമിയിൽ തിരിച്ചെത്തി കാണുമോ? നമ്മൾ കഥ പറഞ്ഞു നിർത്തിയ സ്പേസ് ഷട്ടിലേക്ക് വീണ്ടും മടങ്ങിച്ചെല്ലാം. സോ ഹിയർ വി ഗോ അഗൈൻ. നമ്മൾ ആദ്യ ചിത്രത്തിൽ കണ്ട സംഭവങ്ങൾ എല്ലാം സംഭവിച്ചിട്ട് ഇപ്പോൾ 57 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ഈ കാലം അത്രയും ഇപ്പോഴും റിപ്ലി ഹൈപ്പർ സ്ലീപ്പിൽ തന്നെയാണ്. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിച്ച് ഹൈപ്പർ സ്ലീപ്പിലായതുകൊണ്ട് തന്നെ അവൾക്ക് പ്രായം കൂടിയിട്ടുമില്ല. ഹൈപ്പർ സ്ലീപ്പിൽ ഉറങ്ങിക്കിടക്കുന്ന റിപ്ലിയും കൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സ്പേസ് ഷട്ടിലിനെ വേലാൻ യൂട്ടാനി കോർപ്പറേഷനിലെ എംപ്ലോയീസ് കണ്ടെത്തുകയാണ്. ഇതേ കോർപ്പറേഷന്റെ തന്നെ സ്പേസ് ഷിപ്പാണ് ആദ്യ ഭാഗത്തിൽ തകർന്ന നോസ്ട്രോമോ. ഇവരുടെ തന്നെ എംപ്ലോയി ആയിരുന്നു റിപ്ലി. പിന്നീട് സ്വബോധത്തിലേക്ക് വരുന്ന റിപ്ലിയോട് സുഖാന്വേഷണങ്ങളുമായി വരികയാണ് അവൾക്ക് ട്രീറ്റ്മെന്റ് നൽകുന്ന ഡോക്ടർ. അവൾ അവിടെ എത്തിയിട്ട് ഏതാനും ദിവസങ്ങളായെന്നത് പോലും റിപ്ലി ആ ഡോക്ടറിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അവിടേക്ക് റിപ്ലിയുടെ പൂച്ചയുമായി വരികയാണ് കാർട്ടർ ബർക്ക് എന്ന ഈ കോർപ്പറേഷന്റെ റെപ്രസെന്റേറ്റീവായ ആൾ. അയാൾ പൂച്ചയെ റിപ്ലിയെ ഏൽപ്പിക്കുകയും സ്വയം അയാൾ ഈ കമ്പനിയിൽ ഉള്ളയാളാണെന്നും അയാളെ വിശ്വസിക്കാമെന്നും അവളോട് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ബഹിരാകാശ രക്ഷാസംഘം അവളെ കണ്ടെത്തിയ കാര്യങ്ങളും എല്ലാം വിവരിക്കുന്ന അയാൾ, ഇത്രയും വർഷങ്ങൾ ഹൈപ്പർ സ്ലീപ്പിൽ കിടന്നതിന്റെ പരിണിതഫലമായിട്ടാവാം നിങ്ങൾക്ക് വിറയലും ബലഹീനതയും ഒക്കെ ഉണ്ടായത്. അത് വേഗത്തിൽ മാറിക്കോളും എന്ന് പറയുമ്പോൾ, എന്ത് വർഷങ്ങളോ? എത്ര വർഷം എന്ന് ആശ്ചര്യത്തിലും ഞെട്ടലിലും ചോദിക്കുന്ന അവളോട് 57 വർഷമായി എന്ന ഞെട്ടിക്കുന്ന സത്യം ബർക്ക് പറയുന്നു. അത് കേട്ട ഉടൻ തന്നെ അവൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. ഈ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ കണ്ട ചെസ് ബസ്റ്റർ സീൻ ആവർത്തിക്കാൻ പോവുകയാണെന്ന് കണ്ടിരിക്കുന്ന നമുക്ക് തോന്നും. റിപ്ലി ഉറക്കത്തിൽ നിന്ന് ദുസ്വപ്നം കണ്ട് ഉണർന്നതായിരുന്നു ഇത്. വീണ്ടും നിങ്ങൾ സ്വപ്നം കണ്ടോ? ഉറക്ക ഗുളിക വേണോ എന്ന് ഡോക്ടറുടെ ചോദ്യത്തിൽ നിന്ന് റിപ്ലി നേരിട്ട ഭയപ്പെടുത്തുന്ന സംഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ അവളെ ഇത്തരത്തിൽ സ്ഥിരമായി ദുസ്വപ്ന രീതിയിൽ പിന്തുടരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ആരോഗ്യം വീണ്ടെടുത്ത റിപ്ലിയുടെ സമീപം അവളുടെ മകളെ പറ്റിയുള്ള വാർത്തയുമായി വരികയാണ് ബർക്ക്. നിങ്ങളുടെ മകൾ അമാൻഡ റിപ്ലി മക്ലാരൻ അല്ലേ? 66 വയസ്സ്. ഓ സോറി, അവർ 2 വർഷം മുൻപ് മരണപ്പെട്ടു എന്ന് ഒറ്റയിരിപ്പിൽ പറഞ്ഞു തീർത്തു ബർക്ക്. കേട്ട വാർത്തയുടെ ആഘാതത്തിൽ കണ്ണു നിറഞ്ഞ് കരയാൻ പോലും ആവാതെ അയാൾ നൽകിയ ഫോട്ടോയിലുള്ള മകളുടെ പ്രായം ചെയ്യുന്ന രൂപത്തിൽ നോക്കി വിരലോട് ചിരിക്കുകയാണ് റിപ്ലി. എന്താ അവസ്ഥ അല്ലേ? പിന്നീട് നോസ്ട്രോമോയിലുണ്ടായിരുന്ന ഓരോരുത്തരുടെയും ഫോട്ടോയും ഡീറ്റെയിൽസും പ്രൊജക്ടറിൽ കാണിച്ച് അവർക്ക് സംഭവിച്ചതിനെ കുറിച്ച് റിപ്ലിയോട് തിരക്കുകയാണ് റിപ്ലിയെ ബഹിരാകാശത്തേക്ക് അയച്ച കമ്പനിയുടെ ഇപ്പോഴത്തെ അംഗങ്ങൾ ഉൾപ്പെടുന്ന എൻക്വയറി കോർട്ട്. 3.5 മണിക്കൂറായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് ഒരേ മറുപടി തന്നെ ഇനി എത്ര തവണ നിങ്ങളോട് ഞാൻ പറയണം എന്നവരോട് ക്ഷുഭിതയാവുകയാണ് റിപ്ലി. അതായത് റിപ്ലി പറയുന്ന ഏലിയനെ കണ്ട കാര്യമോ എല്ലാവരെയും അത് കൊല ചെയ്തു എന്നതോ അവർ ആരും വിശ്വസിച്ചിട്ടില്ലെന്ന് സാരം. $42 മില്യൺ വിലമതിപ്പുള്ള നോസ്ട്രോമോ എന്ന ചരക്ക് പേടകത്തെ തകർത്തതിന് റിപ്ലി പറഞ്ഞ കാരണത്തോട് അവർ യോജിക്കുന്നില്ല. കാരണം റിപ്ലി പറയുന്നത് പോലെയുള്ള ഒരു അന്യഗ്രഹ ജീവികളുടെയും ഭൗതിക അവശിഷ്ടമൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് അവരുടെ വാദം. LV-426 എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഈ ഗ്രഹത്തിൽ ഏതെങ്കിലും ജീവിവർഗത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്ന ആളോട്, ഏയ് അവിടെ മൊത്തം പാറകൾ മാത്രമാണ് എന്നാണ് ആ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ അഭിപ്രായം പറയുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കെയ്ൻ ആയിരക്കണക്കിന് ഏലിയൻ മുട്ടകൾ കണ്ടു എന്ന് വിവരിക്കുന്ന റിപ്ലിയോട്, ഓക്കെ താങ്ക് യു റിപ്ലി എന്ന് അവളെ അവർ പുച്ഛിക്കുന്നതോടെ റിപ്ലിയും കലിപ്പിലാവുന്നു. അതോടെ വാറണ്ട് ഓഫീസർ റിപ്ലിയുടെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ഓഫീസറായുള്ള ലൈസൻസ് റദ്ദാക്കിക്കൊണ്ട് ആ എൻക്വയറി കോർട്ട് ഉത്തരവിടുന്നു. മാത്രമല്ല തൽക്കാലം അവളുടെ മേൽ ക്രിമിനൽ കേസ് ആസ്പദമാക്കി നടപടികളൊന്നും എടുക്കുന്നില്ലെന്നും 6 മാസത്തേക്ക് മാനസികാരോഗ്യ വിലക്ക് ഏർപ്പെടുത്തുകയും ഓരോ മാസത്തിലും അത് റിപ്പോർട്ട് ചെയ്യാൻ സൈക്യാട്രിക് ടെക്നീഷ്യനെയും ഏർപ്പെടുത്തിയതായി അവളെ അവർ അറിയിക്കുന്നു. ശേഷം അവിടുന്ന് പോകാൻ തുടങ്ങുന്ന അവരോട്, നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞതിനെ പറ്റി LV-426 ഗ്രഹത്തിൽ അന്വേഷിക്കുന്നില്ല എന്ന് റിപ്ലി ചോദിക്കുമ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം അവൾ മനസ്സിലാക്കുന്നത്. അതായത് കഴിഞ്ഞ 20 വർഷമായിട്ട് ഇതേ കമ്പനിയുടെ കീഴിൽ ഏകദേശം 60-70 കുടുംബങ്ങളായി ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അവർ ഭൂമിയെ പോലെ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാനും അവിടെ വാസയോഗ്യമാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആരും തന്നെ ഇത്തരത്തിൽ ഒരു ജീവവർഗത്തെ കണ്ടതായി അറിയിച്ചിട്ടില്ല എന്നും പറഞ്ഞ് അയാൾ പോകുമ്പോൾ, കുടുംബങ്ങളോ?
എൻ്റെ ദൈവമേ എന്ന് അന്താളിച്ചു നിൽക്കുകയാണ് റിപ്ലി. പിന്നീട് നമ്മൾ കാണുന്നത് LV-426 എന്ന ആദ്യ ഭാഗത്തിൽ കണ്ട അതേ ഗ്രഹമാണ്. അവിടം വാസയോഗ്യമാക്കാൻ വർഷങ്ങളായി ഹാർഡ്ലി സ്കോപ്പ് എന്നറിയപ്പെടുന്ന ഒരു കോളനി സ്ഥാപിച്ച് ഈ കമ്പനിയിലെ എംപ്ലോയീസ് പഠനങ്ങൾ നടത്തി വരികയാണ്. ആ കൂട്ടത്തിൽപ്പെടുന്ന ന്യൂട്ട് എന്ന ഒരു കൊച്ചു പെൺകുട്ടിയും അവളുടെ സഹോദരനും തന്റെ മാതാപിതാക്കളോടൊപ്പം ആ ഗ്രഹത്തിലെ ഓരോ സ്ഥലങ്ങളെയും പറ്റി പഠിച്ചു വരികയാണ്. വരുന്ന വഴിയിൽ ഈ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഉണ്ടായിരുന്ന റിപ്ലിയുടെ ടീം അംഗങ്ങൾ കണ്ട ആ ബഹിരാകാശ പേടകം ഇവരും കാണുന്നു. ഇതിനു മുൻപ് ഈ പേടകം കണ്ടെത്തിയവർക്കുണ്ടായിരുന്ന അതേ ആകാംക്ഷയിൽ ആ കുട്ടികളെ വണ്ടിക്കുള്ളിൽ ഇരുത്തിയിട്ട് ഇവർ രണ്ടുപേരും 2 ടോർച്ച് ലൈറ്റുകളുമായി ആ പേടകത്തിന് ഉള്ളിലേക്ക് കടക്കുന്നു. എന്നാൽ ഏറെ നേരമായിട്ടും മാതാപിതാക്കളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതിനാൽ വിഷമിച്ചിരിക്കുകയാണ് കുട്ടികൾ. പെട്ടെന്നാണ് ആ കുട്ടികളുടെ അമ്മ വെപ്രാളത്തിൽ ഭയന്നോടി അങ്ങോട്ടേക്ക് വരുന്നതും വയർലെസ് വഴി സഹായത്തിന് അഭ്യർത്ഥിക്കുന്നതും. അവരുടെ തൊട്ടടുത്ത തറയിൽ തങ്ങളുടെ അച്ഛൻ ഫേസ് ഹഗ്ഗർ മുഖത്ത് പിടിച്ച രീതിയിൽ കിടക്കുന്നത് കണ്ട് ഭയന്ന് അലറി നിലവിളിക്കുകയാണ് അവരുടെ മക്കൾ. മറുവശത്ത് കൊളോണിയൽ മറൈൻ കോർപ്സിലെ ലെഫ്റ്റനന്റ് ഗോർമനോടൊപ്പം റിപ്ലിയുടെ സമീപത്തേക്ക് വരികയാണ് ബർക്ക്. ഇവരുടെ വരവിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, LV-426 കോളനികളുമായുള്ള ആശയവിനിമയങ്ങൾ അവർക്ക് നഷ്ടമായി. അതുകൊണ്ട് ആ ഗ്രഹത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് പ്രത്യേക പരിശീലനം ലഭിച്ച കൊളോണിയൽ മറൈൻസ് എന്നറിയപ്പെടുന്ന പട്ടാളക്കാർ. ആ ഗ്രഹത്തിൽ മുൻപ് പോയി അനുഭവ സമ്പത്തുള്ള വ്യക്തി എന്ന നിലയിൽ അവർക്ക് മാർഗനിർദ്ദേശിയാകാൻ റിപ്ലിയും ഒപ്പം കൂട്ടാൻ ക്ഷണിക്കാൻ വന്നതാണ് ബർക്ക്. എന്നാൽ ഒരിക്കൽ കൂടി ആ ദുരനുഭവങ്ങളിലേക്ക് എത്തിപ്പെടാൻ റിപ്ലി തയ്യാറല്ലെന്ന് അവരെ അറിയിക്കുന്നു. പക്ഷേ ബർക്ക് അവളിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ച് അയാളുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു കാർഡ് അവിടെ വെച്ചിട്ട് പോകുന്നു. ശേഷം അന്നു രാത്രിയും പതിവ് പോലെ ഉറക്കത്തിൽ നിന്ന് ഭയന്ന് വിയർത്ത് കുളിച്ചെഴുന്നേറ്റിരിക്കുകയാണ് റിപ്ലി. നമ്മൾ എവിടെ ഭയപ്പെട്ടോ അവിടെ നിന്ന് തന്നെ ആ ഭയത്തെ ഇല്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ മനസ്സ് ആ ഭയത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടുകയുള്ളൂ എന്ന സത്യം റിപ്ലി മനസ്സിലാക്കി ബർക്കിനെ ആ കാർഡ് ഉപയോഗിച്ച് കോൾ ചെയ്യുകയാണ് റിപ്ലി. എന്നാൽ അവൾക്കൊരു നിബന്ധന ഉണ്ടായിരുന്നു. അവിടെയുള്ള ആ ജീവികളെ പറ്റി പഠിക്കാനാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ തന്നെ കിട്ടില്ലെന്നും പകരം അവയെ ഉന്മൂലനം ചെയ്യാനാണെങ്കിൽ ആ പ്ലാനറ്റിലേക്ക് വരാൻ തയ്യാറാണെന്നും അവൾ അയാളെ അറിയിക്കുന്നു. പിന്നീട് നൂതന സാങ്കേതിക സൗകര്യങ്ങളോടുകൂടി നൂതന ആയുധ ശേഖരങ്ങൾ ഉൾപ്പെടെയായിട്ട് പോകുന്ന മറ്റൊരു ബഹിരാകാശ പേടകമായ സുലാക്കോയിലെ ഹൈപ്പർ സ്ലീപ്പിൽ ഉറങ്ങുന്ന റിപ്ലി ഉൾപ്പെടുന്ന 12 അംഗ സംഘത്തെ വിളിച്ചുണർത്തുകയാണ് ആ പേടകത്തിന്റെ കമ്പ്യൂട്ടർ. ഉറക്കമുണർന്ന് ഫ്രഷ് ആവാൻ പോകുന്ന റിപ്ലിയെ നോക്കി, ഇവരല്ലേ മുൻപ് LV-426 പ്ലാനറ്റിൽ ഏലിയനെ കണ്ടു എന്ന് വാദിക്കുന്നവർ എന്ന് ആ പേടകത്തിലുള്ളവർ റിപ്ലിയെ നോക്കി പുച്ഛത്തോടെ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ശേഷം അവർ എല്ലാം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ബിഷപ്പ് എന്ന് പേരുള്ള തങ്ങളുടെ സഹയാത്രികനെ റിപ്ലി ശ്രദ്ധിക്കുന്നത്. അയാൾ ഒരു റോബോട്ടാണെന്ന് അവൾക്ക് മനസ്സിലായി. ആദ്യ ഭാഗത്തിൽ നൊസ്ട്രോമോയിലെ ആഷ് എന്ന റോബോട്ട് കൊടുത്തിട്ടുള്ള പണി ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ റിപ്ലി ബിഷപ്പിനെ പറ്റി ബർക്കിനോട് ചോദിച്ചു വയലന്റ് ആവുന്നു. എന്നാൽ കാര്യം മനസ്സിലാക്കിയ ബിഷപ്പ്, ഒരു മനുഷ്യജീവനെ ഇല്ലായ്മ ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒന്നാണ് എന്ന് റിപ്ലിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളുടെ കയ്യിലിരുന്ന പാത്രം തട്ടിത്തെറിപ്പിച്ചിട്ട് മേലിന്റെ കൺമുൻപിൽ വന്നു പോകരുത് എന്ന മുന്നറിയിപ്പ് നൽകി അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് റിപ്ലി. പിന്നീട് റിപ്ലി മറ്റ് സോൾജിയേഴ്സിനോട് സിനോമോർഫിനെ പറ്റിയും പണ്ട് തങ്ങളുടെ സ്പേസ്ഷിപ്പിൽ നടന്ന സംഭവങ്ങളെ പറ്റിയും വിവരിക്കുകയാണ്. ഫേസ് ഹഗ്ഗർ സ്റ്റേജിൽ നിന്ന് തുടങ്ങി മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന അത് എത്രത്തോളം ഭീകരജീവിയാണെന്ന് വിവരിച്ച് നിൽക്കുമ്പോഴാണ് ആ കൂട്ടത്തിലെ വാസ്കോസ് എന്ന ലേഡി സോൾജിയർ, ദേ ഇങ്ങോട്ട് നോക്ക്, ആ ജന്തുവിനെ കണ്ടാൽ ഗണ്ണെടുത്ത് നേരെ പിടിച്ച് കാച്ചി കളയും, അത്രേ ഉള്ളൂ എന്ന് റിപ്ലി പറഞ്ഞതിനെ നിസ്സാരമാക്കി തള്ളിക്കളയുന്നത്. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെയുള്ള അവരുടെ രീതി കണ്ടതോടെ പറഞ്ഞു കഴിഞ്ഞോ, നീ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്, ഞാനും അത് തന്നെയാണ് ചെയ്തത്. പക്ഷെ 24 മണിക്കൂർ വേണ്ടി വന്നില്ല ആ ജീവിക്ക് ഞങ്ങളുടെ ക്രൂവിൽ ഉണ്ടായിരുന്ന സകലരെയും കൊന്നു തള്ളാൻ. പിന്നെ ആ കോളനിയിലുള്ളവർ അതുപോലത്തെ എത്ര സ്പേസ്ഷിപ്പ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ അറിയില്ല, മനസ്സിലായോ എന്ന് അവർക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ് റിപ്ലി. ശേഷം സുലാക്കോയുടെ ഉൾവശത്ത് അവരുടെ നൂതന ആയുധ ശേഖരങ്ങളുടെ സമീപം വരുന്ന റിപ്ലി അവിടെയുള്ള ലോഡർ പ്രവർത്തിപ്പിക്കാനുള്ള അനുവാദം വാങ്ങി അത് പ്രവർത്തിപ്പിക്കുന്നത് അതിശയത്തിൽ നോക്കുകയാണ് അവിടെ നിന്ന് സോൾജിയേഴ്സ്. അങ്ങനെ സകല തയ്യാറെടുപ്പുകളോടെയും അവരെല്ലാം സുലാക്കോയിൽ നിന്ന് ഒരു ഡ്രോപ്പ് ഷിപ്പിൽ LV-426 ഇറങ്ങുകയാണ്. ആ ഗ്രഹത്തിലെ കോളനിയുടെ മെയിൻ കോംപ്ലക്സിന് മുകളിലൂടെ പറക്കുന്ന അവർക്ക് അവിടെ എങ്ങും ആരെയും കാണാൻ സാധിക്കുകയുമില്ല. ഡ്രോപ്പ് ഷിപ്പ് പറന്നിറങ്ങി അതിൽ നിന്ന് ഒരു കോമ്പാക്ട് ഷിപ്പിൽ അവരെല്ലാം ആ ഗ്രഹത്തിൽ ഇറക്കി വിട്ട ശേഷം ഡ്രോപ്പ് ഷിപ്പ് തിരികെ പറക്കുകയാണ്. അങ്ങനെ മഴയും മഞ്ഞും കാറ്റും സമ്മിശ്രമായി നിൽക്കുന്ന ആ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ 2 ടീമുകളായി തിരിഞ്ഞ് ആയുധങ്ങളോടെ സോൾജിയേഴ്സ് മുന്നേറുന്നു. എന്നാൽ റിപ്ലിയും ബർക്കും ഗോർമനും ആ കോമ്പാക്ട് ഷിപ്പിനുള്ളിൽ ഈ സോൾജിയേഴ്സിനെ നിരീക്ഷിച്ച് ഇരിക്കുകയാണ്. കോളനിയുടെ മെയിൻ കോംപ്ലക്സിന് ഉള്ളിൽ കിടക്കുന്ന അവർക്ക് പക്ഷെ ഏറെ ദൂരം പിന്നിട്ടിട്ടും അതിനുള്ളിൽ ആരെയും കാണാൻ സാധിക്കുന്നില്ല.
പല സ്ഥലങ്ങളും തകർന്നു കിടക്കുന്നു. ചിലയിടങ്ങളിൽ ഒരു ഷൂട്ട് ഔട്ട് നടന്നതിന്റെ അടയാളങ്ങൾ വരെ. അങ്ങനെ മുൻപോട്ട് നടക്കുമ്പോഴാണ് അവരുടെ ട്രാക്കിംഗ് ഡിവൈസിൽ 26 മീറ്റർ അകലെ എന്തോ ഒരു ജീവനുള്ള വസ്തു ഉണ്ടെന്ന സൂചന ലഭിക്കുന്നത്. ട്രാക്കിംഗ് ഡിവൈസ് നൽകുന്ന സൂചനയെ മുൻനിർത്തി ആയുധങ്ങൾ തയ്യാറാക്കി അവർ മുൻപോട്ട് നടന്ന് ഒരു ലാബിലെത്തുമ്പോഴാണ് അവിടെ എലികളെയും മറ്റും സൂക്ഷിച്ചിരിക്കുന്നത് കാണുന്നത്. ഓഹ്, ഇതായിരുന്നു എന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഈ കാഴ്ചകൾ കണ്ടിരുന്ന റിപ്ലി അവർക്ക് ആ ഷട്ടിലിന്റെ തറയിലെ ഇരുമ്പ് ഉരുകിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ആസിഡ് ബ്ലഡോട് കൂടിയ സിനോമോർഫ് ആ പരിസരത്ത് എവിടെയോ തന്നെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ ആ ജീവിയെ കാണാത്ത സ്ഥിതിക്ക് ലഫ്റ്റനന്റ് ഗോർമൻ അവിടെ സുരക്ഷിതമാണെന്ന അഭിപ്രായത്തിൽ അവരോട് മുൻപോട്ട് പോകാൻ ഉത്തരവിടുകയാണ്. പിന്നീട് അവിടുന്ന് സൗത്ത് ലോക്കിലേക്ക് പോവുകയാണ് റിപ്ലിയും ഗോർമനും ബർക്കും അവരോടൊപ്പം തന്നെ 2 സോൾജിയേഴ്സും പിന്നെ റോബോട്ട് ബിഷപ്പും. അതിനുള്ളിൽ കയറുന്ന അവരോട് ഡെഡ് ബോഡീസ് ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നൊരു സോൾജിയർ അറിയിക്കുന്നു. അങ്ങനെ മുൻപോട്ട് നടക്കുമ്പോഴാണ് ഒരു ലാബിൽ ഫേസ് ഹഗ്ഗേഴ്സിനെ സൂക്ഷിച്ചിരിക്കുന്നത് റിപ്ലിയും മറ്റുള്ളവരും കാണുന്നത്. അവയിൽ പലതിലും അപ്പോഴും ജീവനുണ്ടായിരുന്നു. അതിനെ നോക്കി നിൽക്കുമ്പോഴാണ് ട്രാക്കിംഗ് ഡിവൈസിൽ വീണ്ടും ആ പരിസരത്ത് എവിടെയോ ഒരു ജീവി അവരോട് അടുത്ത് വരുന്നതായി കാണിക്കുന്നത്. ഉടനെ തന്നെ അത് ഏലിയൻ ആണെന്ന കണക്കുകൂട്ടലിൽ അതിനെ കൊല്ലാനായി തയ്യാറെടുത്ത് മുൻപോട്ട് വരുമ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒന്ന് അവരുടെ മുൻപിലൂടെ ഓടുന്നത്. ഞൊടിയിടയിൽ തന്നെ ആ കൂട്ടത്തിൽ ഒരു സോൾജിയർ വെടി ഉതിർക്കുമെങ്കിലും ഹിക്സ് എന്ന മറ്റൊരു സോൾജിയർ അതിനെ തടയുകയാണ്. ശേഷം റിപ്ലിയുമായി ആ ഓടിയ വസ്തു എന്താണെന്ന് സാവധാനത്തിൽ നോക്കുമ്പോഴാണ് ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ പാവയുമായി ഭയന്ന് വിറച്ച് ഒളിച്ചിരിക്കുന്നത് അവർ കാണുന്നത്. നമ്മൾ ഈ ചിത്രത്തിന്റെ തുടക്കത്തിൽ ന്യൂട്ട് എന്ന ഒരു കൊച്ചുകുട്ടിയും അവളുടെ ഫാമിലിയും കണ്ടിരുന്നില്ലേ? അവളാണ് ഈ ഒളിച്ചിരിക്കുന്നത്. ആ കുട്ടിയെ സമാധാനിപ്പിച്ചെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അവരെ കണ്ട് ഭയന്ന് ഓടി ഒളിക്കുകയാണ്. എന്നാൽ ആ കുട്ടിയുടെ പുറകെ പോകുന്ന റിപ്ലി ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. റിപ്ലിയുടെ കരവലയത്തിൽ ആ കുട്ടിയും ശാന്തമായി ഒതുങ്ങുന്നു. പിന്നീട് ആ കുട്ടിയോട് നടന്ന സംഭവങ്ങളെപ്പറ്റി ചോദിക്കുകയാണ് ഗോർമൻ. എന്നാൽ എങ്ങോട്ടേക്കോ മിഴികൾ ഉറപ്പിച്ച് ഒരക്ഷരം ഉരിയാടാതെ ഒരേ ഇരിപ്പിരിക്കുകയാണ് അവൾ. അതോടെ അവളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഗോർമൻ അവിടുന്ന് പോകുന്നു. അതേസമയം അവിടേക്ക് ആ കുട്ടിക്കായി ഒരു കപ്പ് ഹോട്ട് ചോക്ലേറ്റുമായി വരികയാണ് റിപ്ലി. അതവൾക്ക് കുടിക്കാൻ നൽകി ആ കുട്ടിയുമായി അവൾ സംസാരിച്ച് അടുക്കാനും ശ്രമിക്കുന്നു. സംസാരത്തിനിടയിൽ തന്റെ പേര് ന്യൂട്ട് എന്നാണെന്ന് അവൾ റിപ്ലിയോട് പറയുന്നു. തുടർന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കളും സഹോദരനും എല്ലാം കൊല്ലപ്പെട്ട കാര്യവും റിപ്ലി അവളിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നു. അതേസമയം നമ്മുടെ റോബോ ബിഷപ്പ് ഒരു ഫേസ് ഹഗ്ഗറിനെ കീറി പരിശോധിക്കുകയാണ്. ആ സമയത്താണ് ഗോർമൻ അടക്കമുള്ളവർ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ ആ വിചിത്രമായ കാഴ്ച കാണുന്നത്. പ്രോസസ്സിംഗ് സ്റ്റേഷന്റെ അടുത്ത് കൂളിംഗ് ടവറിന് താഴെയായി ജീവനുള്ള നിരവധി വിചിത്ര ജീവികളുടെ കൂട്ടം. പിന്നീട് ഒന്നും ചിന്തിച്ചില്ല. അവർ എല്ലാവരും കൂളിംഗ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി കോമ്പാറ്റ് ഷിപ്പിൽ നീങ്ങുകയാണ്. സോൾജിയേഴ്സിനെ നിരീക്ഷിച്ച് അവർക്ക് നിർദ്ദേശം നൽകി കോമ്പാറ്റ് ഷിപ്പിനുള്ളിൽ ഇരിക്കുകയാണ് ഗോർമൻ. അയാളോടൊപ്പം തന്നെ റിപ്ലിയും ബർഗും ന്യൂട്ടും അതിനുള്ളിൽ തന്നെയുണ്ട്. അവിടെ മാകെ വിചിത്രമായതും അറപ്പുളവാകുന്നതുമായ കാഴ്ചയാണ് അവർക്ക് കാണാൻ സാധിച്ചത്. സോൾജിയേഴ്സ് ഏറെ ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് അവർ പോയ സ്ഥലം ഒരു ആണവ നിലയം കൂടിയാണെന്നും അതിനാൽ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ സ്ഫോടനം നടക്കുമെന്നും ബർഗും റിപ്ലിയും ഗോർമനെ അറിയിക്കുന്നത്. ചെകുത്താന്റെ മടയിലേക്ക് അവരെ പറഞ്ഞു വിട്ടിട്ട് ആയുധം ഉപയോഗിക്കരുത് എന്ന് പറയുന്ന അവസ്ഥ. അത് കേട്ടിട്ട് ഫ്ലെയിം ത്രോവേഴ്സ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് മടിയോടാണെങ്കിലും അവർക്ക് നിർദ്ദേശം നൽകുകയാണ് ഗോർമൻ. അങ്ങനെ കുറച്ചുകൂടെ മുൻപോട്ട് നടക്കുമ്പോഴാണ് അവർ എത്തിപ്പെട്ട സ്ഥലത്തിന്റെ ഭീകരത നമുക്ക് മനസ്സിലാകുന്നത്. ആ ജീവിയുടെ സ്രവത്തിൽ ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന മൃതദേഹങ്ങൾ, പലരുടെയും നെഞ്ചു പിളർന്നിരിക്കുന്നു, വിരിഞ്ഞ ഏലിയൻ മുട്ടകൾ, ചത്ത ഫേസ് ഹഗ്ഗേഴ്സ്, അങ്ങനെ പലതും. വീണ്ടും മുൻപിലേക്ക് നടക്കുമ്പോഴാണ് ട്രാപ്പിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു സ്ത്രീയെ കാണുന്നത്. ജീവൻ ഉണ്ടായിരുന്ന അവൾ എന്നെ ഒന്ന് കൊന്നുതരൂ പ്ലീസ് എന്നവരോട് അപേക്ഷിക്കുകയാണ്. ഈ കാഴ്ച കണ്ട നമ്മുടെ റിപ്ലി വല്ലാതെ അസ്വസ്ഥയാകുന്നു. ഒരു പക്ഷെ പണ്ടേ അവൾ ഇത്തരമൊരു കാഴ്ച കണ്ടതുകൊണ്ടാകാം അവൾ ഇത്രയധികം അസ്വസ്ഥയാകുന്നത്. അവർ ഈ സ്ത്രീയെ പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ നെഞ്ചു പിളർന്ന് ഏലിയൻ കുഞ്ഞ് പുറത്തു വരുന്നത്. അത് കണ്ടതോടെ ഫ്ലെയിം ത്രോവർ ഉപയോഗിച്ച് ഈ സ്ത്രീയുടെ ബോഡിയും ഏലിയൻ കുഞ്ഞിനെയും അവർ കത്തിച്ചു കളയും. അതോടെ സീൻ മൊത്തം ഡാർക്കാകുന്നു. ട്രാക്കിംഗ് ഡിവൈസിൽ നിന്ന് ഒന്നിലധികം സിഗ്നൽസ് ലഭിക്കുന്നു. അവരുടെ ചുറ്റും എന്തൊക്കെയോ അനങ്ങുന്നു. അവ അടുത്തു വരുന്നു. അതും എവിടെ നിന്നാണെന്ന് കൃത്യമായ സ്ഥാനം പോലും മനസ്സിലാവാതെ വർദ്ധിച്ചു വരുന്ന ആ സിഗ്നൽ ബീപ്പ് സൗണ്ട്സിൽ പരിഭ്രാന്തരായി അവർ ചുറ്റും നോക്കി നിൽക്കുമ്പോൾ അപകടം തിരിച്ചറിഞ്ഞ റിപ്ലി നിങ്ങളുടെ ടീമിനോട് അവിടെ നിന്ന് വേഗം തിരികെ വരാൻ പറയൂ പെട്ടെന്ന് എന്ന് ഗോർമനോട് പറയുന്നത്. പക്ഷേ അതിനുള്ളിൽ തന്നെ ആ കൂട്ടത്തിൽ ഒരാളെ തൂക്കിയെടുത്തുകൊണ്ട് ഏലിയൻസ് ആക്രമണം തുടങ്ങിയിരുന്നു. കൂട്ടത്തിൽ പലരുടെയും നിലവിളികൾ ഉയർന്നു കേൾക്കുന്നതോടെ ആ കൂട്ടത്തിലെ ലേഡി സോൾജിയർ വാസ്കസ് ഷൂട്ട് ചെയ്യരുത് എന്ന നിർദ്ദേശത്തെ മറികടന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ഏലിയൻസിന്റെ ആക്രമണത്തിൽ സോൾജിയേഴ്സ് ഓരോരുത്തരായുള്ള സിഗ്നൽസ് നഷ്ടപ്പെടുകയാണ്. അവരുടെ കമാൻഡിംഗ് ഓഫീസർ എപ്പോഴും കൊല്ലപ്പെടുന്നു.
അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന് റിപ്ലി ഗോർമനോട് തർക്കിക്കുമെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഗോർമൻ. അയാളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് മനസ്സിലായ റിപ്ലി സ്വയം കോമ്പാക്ട് ഷിപ്പ് എടുത്ത് അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അങ്ങോട്ടേക്ക് പോകാൻ ഭയന്ന ഗോർമനും ബർക്കും അതിൽ നിന്നും അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ എതിർപ്പുകളെ തരണം ചെയ്ത് അവൾ ആ വാഹനം ഓടിച്ച് സോൾജിയേഴ്സിന് സമീപം എത്തുന്നു. എന്നാൽ ആസിഡ് ബ്ലഡ് ആയതുകൊണ്ട് തന്നെ ഏലിയനെ വെടിയുതിർത്ത് കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ ആസിഡ് തെറിച്ചു വീണ് പലർക്കും നല്ല രീതിയിൽ പരിക്കേൽക്കുന്നു. എന്താണെങ്കിലും ഒരു വിധത്തിൽ വളരെ സാഹസികമായി അവശേഷിക്കുന്ന സോൾജിയേഴ്സ് ആ വാഹനത്തിൽ കയറി അവരെയും കൊണ്ട് റിപ്ലി തിരിച്ചു പോവുകയാണ്. അപ്പോഴാണ് ഒരു തരത്തിലും നിന്നെയൊന്നും പോവാൻ വിടൂലാന്ന് ഒരു ഏലിയൻ ആ വാഹനത്തിന്റെ ഫ്രണ്ട് ഗ്ലാസ് തകർത്ത് റിപ്ലിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അവൾ സഡൻ ബ്രേക്ക് ഇട്ട് അതിവിദഗ്ധമായി അതിനെ തറയിൽ തള്ളി വീഴ്ത്തി അതിന് പുറത്തൂടെ വാഹനം കയറ്റിയിറക്കി അവിടുന്ന് മുൻപോട്ട് പോകുന്നു. ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തു വരുന്ന അവർ നടന്ന സംഘടനകൾക്കിടയിൽ എപ്പോഴോ തലയ്ക്ക് ക്ഷതമേറ്റ് ലഫ്റ്റനന്റ് ഗോർമൻ ബോധനഷ്ടമായത് കാണുന്നു. ഇതേ സമയം എണ്ണിക്കടോ, ഇവനെന്ന് ഞാൻ കൊല്ലും എന്ന് ദേഷ്യത്തിൽ അയാളെ മർദ്ദിക്കാൻ വരുന്ന വാസ്കസിനെ തടയുകയാണ് മറ്റുള്ളവർ. ശേഷം ഈ ജീവികൾ വസിക്കുന്ന സമുച്ചയം മൊത്തത്തിൽ അണുബോംബിട്ട് തകർക്കാമെന്ന അഭിപ്രായം റിപ്ലി പറയുമ്പോഴാണ് ബർക്ക് വന്നിട്ട് ആ ജീവിവർഗം കോടികൾ മൂല്യമുള്ളതാണെന്നും പല കോടികൾ നിക്ഷേപിച്ച് കെട്ടിപ്പടുത്ത ബിൽഡിങ്സ് ആണ് അവിടെ ഉള്ളതെന്നും അതൊന്നും തകർക്കാൻ നമുക്ക് അധികാരമില്ലെന്നും പറയുന്നത്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം റിപ്ലിയുടെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തു. നമുക്ക് ഡ്രോപ്പ് ഷിപ്പിൽ കയറി മുകളിലെത്തിയിട്ട് അണുബോംബിട്ട് ഈ നശിച്ച ജീവികളെ എല്ലാത്തിനെയും കൊല്ലാം എന്ന് കോർപ്പോറൽ ഹിക്സും പറയുന്നു. ശേഷം ഡ്രോപ്പ് ഷിപ്പിൽ കയറി പോവാൻ നിൽക്കുകയാണ് അവരെല്ലാം. എന്നാൽ അവർ പോലും അറിയാതെ അവിടെ നിർത്തിയിട്ടിരുന്ന ആ ഡ്രോപ്പ് ഷിപ്പിൽ ഒരു ഏലിയൻ കയറിയിട്ടുണ്ടായിരുന്നു. ആ ഏലിയൻ അതിലെ പൈലറ്റിനെ ആക്രമിച്ച് കൊല്ലുകയും ഡ്രോപ്പ് ഷിപ്പ് നിയന്ത്രണം തെറ്റി പാറകളിലിടിച്ച് അവരുടെ എല്ലാം മുൻപിൽ തന്നെ കത്തി തകരുകയും ചെയ്യുന്നു. അതോടെ അവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട അവരോട് ഇവിടെ വളരെ വേഗം ഇരുട്ടാവും, അതിനു മുൻപ് നമുക്കിവിടുന്ന് പോകാം, ഇരുട്ടിൽ ആ ജീവികളെല്ലാം കൂട്ടമായി വരും എന്ന് ന്യൂട്ട് അവളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് സ്പേസ് സ്റ്റേഷനിലേക്ക് പോയ അവർ തങ്ങളെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല എങ്കിൽ റെസ്ക്യൂ ടീം വരാൻ 17 ദിവസമാവുമെന്നത് സോൾജിയേഴ്സിൽ ഒരാളായ ഹിക്സിൽ നിന്നും മനസ്സിലാക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരുടെ കയ്യിലുള്ള ആയുധശേഖരങ്ങളും പരിമിതമായതിനാൽ തന്നെ അത് കേട്ടിട്ട് മറ്റൊരു സോൾജിയറായ ഹുഡ്സൺ വയലന്റ് ആവുകയാണ്. പക്ഷേ റിപ്ലി ന്യൂട്ടിനെ കാണിച്ചുകൊണ്ട് ഇവൾ ഇത്ര നാളും ഒരു ആയുധം പോലും ഇല്ലാതെ ഇവിടെ അതിജീവിച്ചു, പിന്നെ എന്തുകൊണ്ട് നമുക്ക് സാധിക്കില്ല എന്നും പറഞ്ഞ് അയാൾക്ക് ആത്മവിശ്വാസം നൽകുകയാണ്. ആ ബിൽഡിങ്ങിന്റെ മാപ്സ് ശേഖരിച്ച് ഏലിയൻസിന് അകത്ത് കടക്കാൻ സാധിക്കുന്ന വഴികൾ ഓരോന്നായി അവർ അടച്ചു തുടങ്ങി. കൂടാതെ സ്വയം പ്രവർത്തിക്കുന്ന മെഷീൻ ഗണ്ണും അവർ എൻട്രൻസിൽ സ്ഥാപിച്ചു. തങ്ങളുടെ പക്കലുള്ള മിതമായ ആയുധശേഖരങ്ങൾ ഉപയോഗിച്ച് നീണ്ട 17 ദിവസങ്ങൾ അവർക്ക് അവിടെ അതിജീവിക്കണം. അന്ന് രാത്രി ഒറ്റയ്ക്കുറങ്ങാൻ ഭയപ്പെടുന്ന ന്യൂട്ടിന് റിപ്ലി അവൾക്ക് സോൾജിയർ ഹിക്സ് നൽകിയ ട്രാക്കർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു വാച്ച് ഊരി നൽകിയിട്ട് അവളോടൊപ്പം എപ്പോഴും താൻ ഉണ്ടാവുമെന്ന് സത്യം ചെയ്തു കൊടുത്തു. ശേഷം ഏലിയൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അവർ ഒരു ഏലിയൻ റാണി ഉണ്ടാവാം, അതാവാം മുട്ടകൾ ഇടുന്നത്, മറ്റേ ഏലിയൻസ് ആ മുട്ടകൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അവിടെയുള്ള ഫേസ് ഹഗ്ഗറിനെ പരിശോധിച്ച ശേഷം പറയുകയാണ് ബിഷപ്പ്. ആ ഏലിയൻസിനെ മൊത്തത്തിൽ നശിപ്പിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ എന്ന് പറയുന്ന റിപ്ലിയോട് കോടിക്കണക്കിന് രൂപയുടെ ബയോ വെപ്പൺസ് നിർമ്മാണം ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട്, എടുത്ത് ചാടി എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിതകാലം മൊത്തം അതിന്റെ പരിണിതഫലം അനുഭവിക്കേണ്ടി വരും എന്ന് ബർക്ക് താക്കീത് ചെയ്യുന്നു. ഇത്ര സ്വാർത്ഥതയോടുകൂടിയ മറുപടി കേട്ട റിപ്ലി 157 കോളനിക്കാരുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം നിനക്കാണ്, നീയാണ് അവരെ യാതൊരു സുരക്ഷാ മുന്നറിയിപ്പുകളുമില്ലാതെ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്ന് അവൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബർക്കിനോട് കയർക്കുകയാണ്. ശേഷം റിപ്ലി അവിടെ നിന്ന് വരുന്ന വഴിയിലാണ് എമർജൻസി അലാം ശബ്ദിക്കുന്നത്. സംഭവം മറ്റൊന്നുമല്ല, ഏലിയൻസ് അവർ ഇപ്പോൾ ഇരിക്കുന്ന ആ ബിൽഡിങ്ങിനെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. പ്രശ്നം വഷളാവാൻ തുടങ്ങിയതോടെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സുലാക്കോയിൽ നിന്ന് മറ്റൊരു ഡ്രോപ്പ് ഷിപ്പ് എത്തിക്കാൻ സാധിക്കുമോ എന്ന ആശയം അവർ പരസ്പരം പങ്കുവയ്ക്കുന്നു. പക്ഷേ ഏലിയൻ ആക്രമണങ്ങളുടെ ഫലമായിട്ട് ആന്റിനകളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണെന്ന് റോബോട്ട് ബിഷപ്പ് അറിയിക്കും. എന്നാൽ ഇപ്പോൾ കൂട്ടത്തിൽ പൈലറ്റ് യോഗ്യതയുള്ള ഡ്രോപ്പ് ഷിപ്പ് പറത്താൻ അനുവാദമുള്ള ആൾ എന്ന നിലയിൽ ഒരു ടണൽ വഴി നിരങ്ങി നീങ്ങി 150 മീറ്റർ അകലത്തിലുള്ള ആന്റിന ശരിയാക്കിയെടുത്താൽ തനിക്ക് സുലാക്കോയിൽ നിന്നും ഒരു ഡ്രോപ്പ് ഷിപ്പിനെ വരുത്തിക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് ബിഷപ്പ്. ബിഷപ്പ് അവിടെ നിന്ന് പോകുന്നതും തൊട്ട് പുറകെ തന്നെ റിപ്ലി നിൽക്കുന്ന ഭാഗത്തിന് ചുറ്റുമുള്ള ബ്ലോക്കുകളിൽ ഏലിയൻസ് വരികയും സോൾജിയേഴ്സ് നേരത്തെ തന്നെ ഓട്ടോമാറ്റിക് ഷൂട്ട് മോഡിൽ വെച്ചിരുന്ന ഗൺസ് അവയെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ഗൺസിലെ ബുള്ളറ്റ്സ് ഇനി വളരെ കുറച്ച് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ശേഷം ഹിക്സ് റിപ്ലിയെ പുതിയ ഗൺസും ലോഞ്ചറും എല്ലാം ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ്. കാരണം റിപ്ലി ഹിക്സുമായി നല്ല രീതിയിൽ അടുത്തിരുന്നു. പിന്നീട് ബോധം തിരികെ കിട്ടിയ ഗോർമൻ റിപ്ലിയുടെ സമീപം വന്ന് കുറ്റബോധത്തോടെ എന്തോ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും സാരമില്ല, ഒന്നും പറയണ്ട,
എന്ന അഭിപ്രായത്തിൽ റിപ്ലി അയാളെ ഒന്നും പറയാൻ അനുവദിക്കാതെ ന്യൂട്ടിന് സമീപം പോയി നോക്കുമ്പോഴാണ് ബെഡിന് താഴെ പേടിച്ചു കിടന്നുറങ്ങുന്ന അവളെ കാണുന്നത്. അവളും ന്യൂട്ടിന്റെ ഒപ്പം കിടന്നു എപ്പോഴോ മയങ്ങിപ്പോകുന്നു. ഇതേ സമയം സാഹസികമായി വെളിയിലെത്തിയ ബിഷപ്പ് സുലാക്കോയുമായുള്ള കണക്ഷൻ പുനഃസ്ഥാപിച്ച് അതിൽ നിന്നും ഒരു ഡ്രോപ്പ് ഷിപ്പ് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ്. ഉറക്കത്തിനിടയിൽ ഞെട്ടിയുണർന്ന റിപ്ലി നോക്കുമ്പോഴുണ്ട് ലാബിലെ ഫേസ് ഹഗ്ഗറിനെ അടച്ചിരുന്ന ജാർ തറയിൽ വീണ് കിടക്കുന്നു. അപകടം തിരിച്ചറിഞ്ഞ് അവൾ തന്റെ ഗൺ അന്വേഷിക്കുമെങ്കിലും അതാരോ എടുത്തു മാറ്റിയിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ഫേസ് ഹഗ്ഗർ കുതിച്ചു വന്ന് റിപ്ലിയുടെ മുഖത്ത് കയറാൻ ശ്രമിക്കും. ബെഡ് കമഴ്ത്തി അതിനു മുകളിൽ തള്ളിയിട്ട് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് എഴുന്നേറ്റ റിപ്ലി ന്യൂട്ടുമായി ഡോർ തുറക്കാൻ ശ്രമിക്കുമെങ്കിലും അതും ആരോ പൂട്ടിയിരുന്നു. സത്യത്തിൽ ഇതെല്ലാം ബർക്കിന്റെ പണിയായിരുന്നു. റൂമിലെ ക്യാമറയിലേക്ക് നോക്കി ഹിക്സിനോട് സഹായത്തിന് ശ്രമിക്കുന്ന അവരെ ബർക്കാണ് കാണുന്നതും. അതോടെ മറ്റാരും അവരെ കാണും മുൻപ് അയാൾ ആ ക്യാമറ ഓഫ് ചെയ്യുന്നു. ക്ഷമിച്ചു നിൽക്കാനുള്ള സാവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ റിപ്ലി ആ റൂമിലെ ഗ്ലാസ് തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കാതെ വരുന്നതോടെ അവൾ ലൈറ്റർ ഓൺ ചെയ്ത് ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യും. മെഡിക്കൽ ലാബിൽ നിന്നാണ് ആ അലാം എന്ന് മനസ്സിലാക്കി ഹിക്സും മറ്റുള്ളവരും അങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് ഒരു ഫേസ് ഹഗ്ഗർ റിപ്ലിയുടെ ദേഹത്തെ കയറി മുഖത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ വാൽ ഉപയോഗിച്ച് റിപ്ലിയുടെ കഴുത്തിൽ മുറുക്കുന്നതും നോക്കി അലറി നിൽക്കുകയാണ് ന്യൂട്ട്. ആ സമയത്താണ് അവളുടെയും പുറകിൽ മറ്റൊരു ഫേസ് ഹഗ്ഗർ വരുന്നത്. എന്താണെങ്കിലും കൃത്യസമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വരുന്ന ഹിക്സും ഹുഡ്സനും വാസ്കസും ആ ജീവികളെ കൊന്ന് അവരെ രക്ഷിക്കുന്നു. പിന്നീട് ഈ ചതി കാണിച്ച ബർക്കിനെ കൊല്ലാനുള്ള കലിപ്പിൽ നിൽക്കുന്ന അവരോട് ഇവന്റെ ഉദ്ദേശം ഞങ്ങളിൽ ഒരാളുടെ ദേഹത്ത് ആ ഫേസ് ഹഗ്ഗറിനെ ഉപയോഗിച്ച് ഗർഭിണിയാക്കുക എന്നതായിരുന്നു. നിങ്ങളാരും അത് തിരിച്ചറിയുകയുമില്ല. പിന്നീട് ബാക്കിയുള്ളവരെയും കൊന്നിട്ട് ഇവൻ എന്തെങ്കിലും കള്ളക്കഥ മെനയുകയും ചെയ്യാം. ഇവന് വേണ്ടത് ആ സിനോമോർഫുകളെ വിറ്റ് കാശാക്കുക എന്നത് മാത്രമാണ് എന്ന് റിപ്ലി പറയുമ്പോൾ വളരെ കൂളായിട്ട് ഇവൾക്ക് വട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ബർക്ക്. അത് കേട്ടതോടെ അരിശത്തിൽ ബർക്കിനെ കൊല്ലാൻ പിടിക്കുകയാണ് ഹിക്സ്. പക്ഷെ അത് തടയുകയാണ് റിപ്ലി. എന്നാൽ അതേ സമയത്ത് തന്നെ അവിടെ കറണ്ട് കട്ടാവുന്നു. അതോടെ ബർക്കിനെ നോക്കാൻ ഗോർമനെ ഏൽപ്പിച്ചിട്ട് ന്യൂട്ടിനെ ഒപ്പം ചേർത്ത് പിടിച്ച് വാസ്കസിനെയും ഹുഡ്സനെയും ട്രാക്കിംഗ് ഡിവൈസുമായി പറഞ്ഞു വിടുകയാണ് റിപ്ലി. ട്രാക്കിംഗ് ഡിവൈസിൽ ചുറ്റും സിഗ്നൽ കാണിക്കുന്നതിൽ നിന്ന് ആ പരിസരമാകെ ഏലിയൻസ് വളഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി അവർ അവിടുന്ന് ഓടി വന്ന് ഡോറ് സീൽ ചെയ്ത് ഉള്ളിൽ കയറി നിൽക്കുമ്പോഴാണ് വീണ്ടും ട്രാക്കിംഗ് ഡിവൈസിൽ 20 മീറ്റർ അകലെ ആ ജീവി ഉണ്ടെന്ന് അവർക്ക് സിഗ്നൽ കിട്ടുന്നത്. സിഗ്നൽ അടുത്തടുത്ത് വന്ന് 4 മീറ്റർ അകലത്തിലെത്തുമ്പോഴാണ് അവർ ആ സത്യം മനസ്സിലാക്കുന്നത്. അതായത് അവർ നിൽക്കുന്നതിന് മുകളിലത്തെ നിലയിലാണ് ഏലിയൻസ് എത്തിയിരിക്കുന്നത് എന്നത്. അത് കണ്ട് ഞെട്ടി ഹിക്സ് വെടി ഉതിർക്കുന്നതും ആ റൂഫ് തകർന്ന് ഏലിയൻസ് താഴേക്ക് വീഴുന്നു. അതോടെ അവറ്റകളെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ എല്ലാവരോടും മെഡിക്കൽ റൂമിലേക്ക് ഓടാൻ വിളിച്ചു പറയുകയാണ് റിപ്ലി. അത് കേട്ടതും അങ്ങോട്ടേക്ക് ഓടിക്കയറി ബാക്കിയുള്ളവരെല്ലാം പുറത്തിട്ട് ഡോറ് ക്ലോസ് ചെയ്യുകയാണ് ബർക്ക്. ഈ സമയത്ത് പുറത്ത് ഫ്ലോർ തകർത്ത് ഒരു ഏലിയൻ ഹുഡ്സനെ വകവരുന്നു. ബർക്ക് ഒരല്പം പോലും മനസാക്ഷിയില്ലാതെ മുന്നോട്ട് പോയി ചെന്നെത്തിയത് മറ്റൊരു ഏലിയന്റെ വായിലേക്കായിരുന്നെന്ന് മാത്രം. അതോടെ ബർക്കിന്റെ സ്വാർത്ഥതയ്ക്ക് അവന് കിട്ടേണ്ടത് കിട്ടി. ശേഷം റിപ്ലിയെയും മറ്റുള്ളവരെയും ന്യൂട്ട് ഒരു ടണലിലൂടെ വിളിച്ചുകൊണ്ടു പോകുന്നു. അവർക്ക് പിന്നാലെ ഏലിയനും വരുന്നുണ്ട്. ഓടുന്നതിനിടയിൽ ഡ്രോപ്പ് ഷിപ്പ് തയ്യാറായി വരാൻ ബിഷപ്പിനോട് വിളിച്ചറിയിക്കുന്നുണ്ട് ഹിക്സ്. എന്നാൽ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് വാസ്കസിന്റെ മേലേക്ക് വീഴുന്ന ഏലിയനെ അവൾ ധൈര്യപൂർവ്വം ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഏലിയന്റെ ബ്ലഡ് അതായത് ആസിഡ് വീണ് അവളുടെ കാൽ പൊള്ളുന്നത്. അതോടെ മുന്നോട്ടേക്ക് പോകാനാവാതെ അവിടെ കുടുങ്ങുന്ന അവളെ രക്ഷിക്കാനായി ഗോർമൻ അവിടേക്ക് ചെല്ലുമ്പോഴാണ് അവർക്ക് വരേണ്ട വഴിയുടെ മുൻപിൽ ആ ടണലിന്റെ താഴെ നിന്ന് ഒരു ഏലിയൻ വരുന്നത്. അതിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലുമെങ്കിലും അവിടേക്ക് വീണ്ടും ഏലിയൻസ് വരുന്നു. മാത്രമല്ല ബുള്ളറ്റ്സും തീർന്ന് അവർ അവിടെ പെട്ടുപോകുന്നു. തങ്ങളുടെ മരണം ഉറപ്പുവരുത്തിയ ഗോർമനും വാസ്കസും അവരുടെ മരണം സ്വയം തിരഞ്ഞെടുക്കുന്നു. പിന്നീട് നടന്ന സ്ഫോടനത്തിൽ ബാലൻസ് തെറ്റി താഴേക്ക് വീഴുകയാണ് ന്യൂട്ട്. അവളുടെ കയ്യിൽ ട്രാക്കർ ഘടിപ്പിച്ചിട്ടുള്ള വാച്ച് റിപ്ലി നേരത്തെ നൽകിയിട്ടുള്ളതിനാൽ അത് വെച്ച് അവളെ കണ്ടെത്തി രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് റിപ്ലിയും ഹിക്സും. പക്ഷേ ആ കുട്ടിക്ക് സമീപം അവർ എത്തുന്നതും അപ്പോഴേക്കും അതിനു മുൻപേ ഒരു ഏലിയൻ അവൾക്ക് പുറകിലെത്തിയിരുന്നു. ന്യൂട്ട് മരണപ്പെട്ടു എന്നത് ഉൾക്കൊള്ളാതെ നിൽക്കുന്ന റിപ്ലിയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ലിഫ്റ്റിലേക്ക് കയറുകയാണ് ഹിക്സ്. എന്നാൽ അവിടേക്ക് മറ്റൊരു ഏലിയനും വരുന്നു. അതിനെ വെടിയുതിർത്ത് കൊല്ലുമ്പോഴാണ് ഹിക്സിന്റെ മേലേക്ക് ആ ജീവിയുടെ ദേഹത്ത് നിന്ന് ആസിഡ് വീണ് ഹിക്സിന് പൊള്ളലേൽക്കുന്നത്. ഒരു വിധത്തിൽ അവർ രണ്ടും മുകളിലേക്ക് വരുമ്പോഴേക്കും ബിഷപ്പ് ഡ്രോപ്പ് ഷിപ്പിനെ സുലാക്കോയിൽ നിന്നും അവിടേക്ക് എത്തിച്ചിരുന്നു. ബിഷപ്പ് ആ കോളനിയിൽ ന്യൂക്ലിയർ ബോംബ് ആക്ടിവേറ്റ് ചെയ്തിരുന്നു. ഇനി എത്ര സമയമുണ്ട് ബിഷപ്പ് ഇവിടെ മൊത്തം തകരാൻ? ധാരാളമുണ്ട്, 26 മിനിറ്റ്സ്. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നില്ല. ഇല്ല, എന്തുകൊണ്ട്? ന്യൂട്ട് അപ്പോഴും ജീവനോടെയുണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെയായിരുന്നു അവൾ. പരിക്കേറ്റ ഹിക്സിനെ ബിഷപ്പിനോടൊപ്പം ഡ്രോപ്പ് ഷിപ്പിൽ ഇരുത്തി തോക്കും ഫയർ ത്രോവറുമായി ന്യൂട്ടിനെ അന്വേഷിച്ച് ഏലിയൻസിന്റെ താവളത്തിലേക്ക് പോവുകയാണ് റിപ്ലി.
അവളുടെ കയ്യിലുള്ള ട്രാക്കർ സ്ഥാപിച്ചിട്ടുള്ള വാച്ചായിരുന്നു അവൾക്ക് വഴികാട്ടി. അതിനുള്ളിൽ കയറി ന്യൂട്ടിനെ തിരക്കി ഏറെ ദൂരം നടക്കുന്ന അവൾ ന്യൂട്ടിന് സമ്മാനിച്ച വാച്ച് കാണും. അതോടെ ആ കുട്ടി മരിച്ചെന്ന് കരുതി അവൾ വിതുമ്പി കരയുകയാണ്. എന്നാൽ ന്യൂട്ടിനെ ആ ജീവി കൊന്നിരുന്നില്ല, പകരം അതിന്റെ സ്രവത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ സമീപത്തിരുന്ന ഒരു ഏലിയൻ മുട്ട വിരിഞ്ഞ് ഫേസ് ഹഗർ പുറത്തു വരുന്നത് കണ്ട് ഭയന്ന് അലറി കരയുന്ന ന്യൂട്ടിന്റെ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് റിപ്ലി ഓടി വന്ന് ആ ഫേസ് ഹഗറിനെ വെടിവെച്ച് കൊല്ലുകയാണ്. അതോടെ അവിടേക്കൊരു ഏലിയൻ പാഞ്ഞു വരുന്നു. എന്നാൽ അതിനെ റിപ്ലി വെടിവെച്ച് കൊല്ലുന്നു. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ അവിടെ നിന്ന് ന്യൂട്ടുമായി ഓടുന്ന റിപ്ലി ചെന്നെത്തിയത് ആയിരക്കണക്കിന് മുട്ടകളിട്ട് നിൽക്കുന്ന അവയുടെ റാണിക്ക് മുൻപിലാണ്. അറപ്പുളവാക്കുന്നതും ഭീമാകരമായ ഉദരമുള്ളതുമായ ആ റാണി അനങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിൽ മുട്ടകളിടുകയായിരുന്നു. റിപ്ലി അവിടെ എത്തിയതോടെ മറ്റനേകം സിനോമോർഫുകളും അവിടേക്ക് പാഞ്ഞു വരുന്നു. എന്നാൽ റിപ്ലി സധൈര്യം ഫയർ ത്രോവർ എടുത്ത് ഓണാക്കി കാണിച്ചിട്ട് അതാ മുട്ടകൾക്ക് മുകളിലേക്ക് കാണിച്ച് കത്തിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. അത് കണ്ട റാണി മറ്റ് ഏലിയൻസിനെ നോക്കുന്നതോടെ അവർ പുറകിലേക്ക് മറയുന്നു. ഏലിയൻ മുട്ടകളിൽ ഫയർ ത്രോവർ ചൂണ്ടി ഏലിയൻ ക്വീനിനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പുറകിലേക്ക് നടക്കുകയാണ് റിപ്ലി. ആ സമയത്താണ് ഒരു ഏലിയൻ മുട്ട വിരിയുന്നത്. അതോടെ ഫയർ ത്രോവർ ഓൺ ചെയ്ത് അവിടെയുള്ള സകല മുട്ടകളും കത്തിക്കുകയും പാഞ്ഞു വരുന്ന മറ്റ് ഏലിയൻസിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും റിപ്ലി. ഏലിയൻ റാണിയുടെ മുട്ടാറകൾ പൊട്ടിച്ചും അവിടമാകെ കത്തിച്ച് നശിപ്പിച്ച് ന്യൂട്ടുമായി ഓടുകയാണ് അവൾ. ഈ സമയം റാണി താനിരുന്ന സ്ഥലത്തുനിന്ന് വേർപെട്ട് ഇവർക്ക് പിറകെ വരുന്നുണ്ടായിരുന്നു. ഓടി ലിഫ്റ്റിലെത്തുന്ന അവർക്ക് പുറകെ തന്നെ വരുന്ന ഏലിയൻ ക്വീനിനെ ഫയർ ത്രോവർ കൊണ്ട് കത്തിക്കാൻ ശ്രമിക്കുകയാണ് റിപ്ലി. എന്നാൽ അതിനു മുൻപേ തന്നെ ലിഫ്റ്റ് ഉയർന്നിരുന്നു. മുകളിലെത്തിയ റിപ്ലി നോക്കുമ്പോൾ ബിഷപ്പുമില്ല, ഡ്രോപ്പ് ഷിപ്പുമില്ല. ബിഷപ്പ് ചതിച്ചെന്ന് കരുതി തകർന്നു നിൽക്കുകയാണ് റിപ്ലി. അപ്പോഴേക്കും ചുറ്റും ന്യൂക്ലിയർ സ്ഫോടനത്തിൽ തകരാനും തുടങ്ങിയിരുന്നു. അതേ സമയത്താണ് ഏലിയൻ ക്വീൻ ലിഫ്റ്റിൽ കയറി അവിടേക്ക് വരുന്നതും. കഥ കഴിഞ്ഞു എന്ന് കരുതി റിപ്ലി നിൽക്കുമ്പോഴാണ് നമ്മുടെ ബിഷപ്പ് ഒരു മാലാഖയെ പോലെ ഡ്രോപ്പ് ഷിപ്പുമായി പറന്നവിടേക്ക് വരുന്നത്. അങ്ങനെ സ്ഫോടനത്തിൽ നിന്നും ഏലിയൻസിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. ആ ഡ്രോപ്പ് ഷിപ്പിൽ ശൂന്യാകാശത്തിലേക്ക് പറന്ന് ഉയരുകയാണ്. ഒരു വൻ പൊട്ടിത്തെറിയോടെ ആ കോളനി മുഴുവൻ തകർന്നു. പിന്നീട് ഡ്രോപ്പ് ഷിപ്പ് സുലാക്കോയുടെ ഉൾവശത്തെത്തിച്ച് എല്ലാം അവസാനിച്ച ആശ്വാസത്തിൽ നിൽക്കുകയാണ് റിപ്ലിയും ന്യൂട്ടും ബിഷപ്പും. എന്നാൽ അത് അവരുടെ വ്യാമോഹം മാത്രമായിരുന്നു. ഒന്നും അവസാനിച്ചിട്ടില്ലായിരുന്നു. ബിഷപ്പിന്റെ നെഞ്ചിന് നടുവിലൂടെ ഏലിയന്റെ വാൽ കുത്തി കയറുകയാണ്. ഒപ്പം തന്നെ ബിഷപ്പിനെ പൊക്കിയെടുത്ത് രണ്ട് തുണ്ടാക്കി തറയിലെറിഞ്ഞുകൊണ്ട് അതാ ഡ്രോപ്പ് ഷിപ്പിലിരിക്കുന്നു ഏലിയൻ ക്വീൻ. അതോടെ ന്യൂട്ടനോട് ഓടി ഒളിക്കാൻ പറഞ്ഞുകൊണ്ട് ഏലിയന്റെ ശ്രദ്ധ റിപ്ലിയിലേക്ക് തിരിച്ച് ഓടി ഒളിക്കുകയാണ് റിപ്ലിയും. ഏലിയൻ വീണ്ടും ന്യൂട്ടനെ ആക്രമിക്കാൻ ശ്രമിച്ചു നിൽക്കുമ്പോഴാണ് ലോഡറിനുള്ളിൽ കയറി ഏലിയനെ നേർക്കുനേർ നേരിടാൻ തയ്യാറായി റിപ്ലി വരുന്നത്. അവളുടെ അടുത്തുനിന്ന് മാറിക്കോ എന്ന് അലറിക്കൊണ്ട് കാർഗോ ലോഡറിന്റെ മെഷീൻ ഹാൻഡ് കൊണ്ട് ഏലിയനെ ആക്രമിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവൾ. കുറച്ചു നേരത്തെ സംഘടനകൾക്ക് ശേഷം ഏലിയനെ പേടകത്തിന്റെ എക്സിറ്റ് ഡോറിലേക്ക് തള്ളിയിടുകയാണ് റിപ്ലി. പക്ഷേ ആ ജീവി ലോഡറിൽ പിടിച്ചിരുന്നത് കാരണം റിപ്ലിയും ഏലിയനൊപ്പം എക്സിറ്റ് ഡോറിലേക്ക് വീഴുകയാണ്. അവിടെ നിന്ന് കയറാൻ ശ്രമിക്കുന്ന അവളുടെ കാലിൽ ഏലിയൻ വാൽ കൊണ്ട് പിടിക്കുന്നതോടെ റിപ്ലി ആ ഡോർ ഓപ്പൺ ചെയ്യുന്നു. അതോടെ ശൂന്യാകാശത്തേക്ക് തെറിച്ചു പോവുകയാണ് ഏലിയൻ ക്വീൻ. ആദ്യ ഭാഗത്തിലെ ഏലിയന് സംഭവിച്ച അതേ അവസ്ഥ. എക്സിറ്റ് ഡോറിലൂടെ ശക്തമായ എയർ ഫ്ലോയിൽപ്പെട്ട് ന്യൂട്ടും തെറിച്ചു പോകാൻ തുടങ്ങുമെങ്കിലും ബിഷപ്പ് അവളെ രക്ഷിക്കും. പിന്നീട് ഏലിയൻ ആക്രമിച്ച ബിഷപ്പിനെയും ഹിക്സിനെയും ഹൈപ്പർ സ്ലീപ്പിൽ കിടത്തിയിട്ട് ന്യൂട്ടിന് ഇനി നല്ല സ്വപ്നങ്ങൾ കാണാമെന്ന് ആശംസിച്ച് ശേഷം ഹൈപ്പർ സ്ലീപ്പിൽ പോവുകയാണ് റിപ്ലിയും ന്യൂട്ടും. ഇത്രയും കാണിച്ചുകൊണ്ട് ഏലിയൻ സീരീസിലെ രണ്ടാമത്തെ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ.